ശമൂവേലിൻ്റെ ഒന്നാം പുസ്തകം 13-ാം അധ്യായം 14-ാമത്തെ വാക്യം. ഇപ്പോഴോ നിന്റെ രാജ്യത്വം നിലനിൽക്കുകയില്ല. യഹോവ നിന്നോട് കൽപ്പിച്ചതിനെ നീ പ്രമാണിക്കായകൊണ്ട് തനിക്ക് ബോധിച്ച ഒരു പുരുഷനെ യഹോവ അന്വേഷിച്ചിട്ടുണ്ട്. അവനെ യഹോവ തൻ്റെ ജനത്തിന് പ്രഭുവായി നിയമിച്ചിരിക്കുന്നു. ശൗലിനെ രാജാവായി മാറ്റിയപ്പോൾ മുതൽ ദൈവം ശൗലിനോട് പറയുന്ന ഒരു കാര്യമാണ്, ദൈവത്തിന് ബോധിച്ച ഒരു പുരുഷനെ യഹോവ അന്വേഷിച്ചിട്ടുണ്ട്. ഇത് ദാവീദ് പാപം ചെയ്തതിന് ശേഷം പറയുന്ന ഒരു കാര്യമല്ല, ശൗലിനെ രാജ്യസ്ഥാനത്ത് നിന്ന് നീക്കിയപ്പോൾ തന്നെ പറയുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ തീരുമാനം ദാവീദിനെ കുറിച്ചുള്ളത് മുൻപേ ഉണ്ടായിരുന്നതാണ്. പാപത്തിൽ നിന്ന് അദ്ദേഹം വിട്ടുതിരിഞ്ഞതിന് ശേഷമുള്ള ഒരു തീരുമാനമല്ല, മാനസാന്തരത്തിന് ശേഷമുള്ള ഒരു തീരുമാനവുമല്ല. ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നത് അവൻ്റെ മനസ്സ് നോക്കിയാണ് എന്നുള്ളത് വ്യക്തം. കാരണം ഇവിടെ പറയാണ്, ദൈവത്തിന് ബോധിച്ച ഒരു പുരുഷൻ. ഗോഡ് സെലക്റ്റഡ് എ പേഴ്സൺ ഓൺ ഹിസ് ഓൺ ഹാർട്ട്. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരാൾ, അതായിരുന്നു ദാവീദ്. നമ്മയും ദൈവം തിരഞ്ഞെടുത്തു എന്നുള്ളത് ദൈവത്തിന് മഹാകൃപയാണ്.